പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസ് KSEB ഊരി. 5 ദിവസമായി മൊബൈൽ വെട്ടത്തിലാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ഇതോടെ AI ക്യാമറകളുടെ പ്രവർത്തനം ആ മേഖലയിൽ നിലച്ചു. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങൾ പലതും ഈ ഇലക്ട്രിക് വാഹനങ്ങളാണ്. ആ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ കഴിയാത്ത നിലയുമായിട്ടുണ്ട്. 1,00,000 രൂപ വൈദ്യുതി ബിൽ കടന്നു, അത് കുടിശ്ശികയായി. ഇതോടെയാണ് KSEB വന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയത്. ഇക്കഴിഞ്ഞ 2-നാണ് വൈദ്യുതി വകുപ്പ് മരുത റോഡ് സെഷൻ ഉദ്യോഗസ്ഥരെത്തി കൂട്ടുപാതയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസ് ഊരിയത്. KSEB നൽകുന്ന വിശദീകരണം ഇങ്ങനെ: 1 മാസം കൂടുമ്പോഴാണ് ബില്ലടക്കേണ്ടത്. നവംബർ, ഡിസംബർ മാസങ്ങളിലെ ബില്ല് തുകയായി ആകെ അടക്കേണ്ടിയിരുന്നത് 55,476 രൂപയാണ്. നവംബർ മാസം കുടിശ്ശികയായപ്പോൾ തന്നെ KSEB അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഡിസംബർ മാസത്തെ ബില്ലും കുടിശ്ശികയായി ആകെ അടക്കേണ്ട തുക 1,00,000 കടന്നതോടെ വീണ്ടും KSEB ഉദ്യോഗസ്ഥരെത്തി മുന്നറിയിപ്പും ഔദ്യോഗികമായി നോട്ടീസും നൽകി. എന്നാൽ ബില്ലടയ്ക്കാൻ തയ്യാറാകാതെ വന്നതോടെ 2-ന് ഫ്യൂസ് ഊരി. ഇതോടെ ജില്ലയിലെ 6 താലൂക്കുകളിലായി സ്ഥാപിച്ച 47 AI ക്യാമറകളുടെ നിരീക്ഷണ സംവിധാനവും സ്തംഭിച്ചു. ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് മൊബൈൽ ഫോൺ വെട്ടത്തിലാണ്. നേരത്തെ ഓഫീസ് മെയിന്റനൻസ് ചുമതലയുള്ള കെൽട്രോൺ അടച്ചിരുന്ന വൈദ്യുതി ബില്ല് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി. ആദ്യ മാസങ്ങളിൽ സംസ്ഥാന ഫിനാൻസ് വകുപ്പിന് കൈമാറിയിരുന്ന ബില്ല് കൃത്യമായി അടച്ചിരുന്നെങ്കിലും നവംബർ മുതൽ കുടിശ്ശികയായി. പോയ മാസവും ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖേന ഫിനാൻസ് വിഭാഗത്തിന് ബില്ല് കൈമാറിയെങ്കിലും തുക കൈമാറിയിട്ടില്ലെന്നാണ് RTOയുടെ വിശദീകരണം. കുടിശ്ശിക ബില്ലിന് പുറമെ ജനുവരി മാസത്തെ ഉപയോഗത്തിന് 23,332 രൂപയുടെ ബില്ലും KSEB കൈമാറിയിട്ടുണ്ട്. ഇതോടെ പിഴത്തുക ഉൾപ്പെടെ ആകെ 78,903 രൂപ അടയ്ക്കേണ്ടി വരുമെന്നാണ് KSEB മരുത റോഡ് സെഷൻ ഓഫീസ് അറിയിക്കുന്നത്. AI ക്യാമറകളിലൂടെയും സ്ക്വാഡുകളുടെ നേരിട്ടുള്ള പരിശോധനയിലും ഗതാഗത നിയമ ലംഘനത്തിന് പിഴത്തുകയായും മറ്റും സർക്കാരിന് മാസം 2.5 കോടിയിലേറെ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓഫീസാണിത്. ഇരുട്ടിലായി 5 ദിവസം പിന്നിടുമ്പോഴും കൃത്യമായ ഒരു മറുപടി നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മൊബൈൽ വെട്ടത്തിൽ ഇനിയും എത്ര നാൾ ഈ ജീവനക്കാർ പണിയെടുക്കണമെന്നതാണ് ഉയരുന്ന ചോദ്യം. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.